ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. നീ ആരാണ് എന്ന യഹൂദരുടെ ചോദ്യത്തിന് ഈശോ നൽകുന്ന മനോഹരമായ മറുപടിയാണ്, എന്റെ പ്രവൃത്തികൾ കണ്ട് എന്നെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അഭിമാനത്തോടുകൂടി ഈശോ പറയുന്ന ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും നമ്മളും പറയേണ്ടതാണ്. മറ്റുള്ളവരോട് നമ്മൾ പറയേണ്ടത്, എന്റെ പ്രവൃത്തി കണ്ട്, എന്റെ ജീവിതം കണ്ട് എന്നെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നാണ്. പക്ഷെ നമുക്കൊക്കെ ഇന്ന് ഇങ്ങനെ പറയാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെയൊക്കെ പ്രവൃത്തികളില് പലപ്പോഴും ദൈവത്തെ പുകഴ്ത്താനായിട്ട് സാധിക്കാതെ പോവുകയാണ്. വചനത്തിലൂടെ, വാക്കുകളിലൂടെ എന്റെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട്, അവനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ഒരു പരിധി വരെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ദൈവത്തിന്റെ വചനം പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ കണ്ട്, നമ്മുടെ ജീവിതം കണ്ട് മറ്റൊരാള് നമ്മൾ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് എന്ന് പറയുന്നില്ല. അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ വാക്കല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, മറിച്ച് നമ്മുടെ പ്രവൃത്തികളാ. നമ്മുടെ ജീവിതം കണ്ടിട്ട് വേണം മറ്റുള്ളവര് നിങ്ങൾ ദൈവത്തിന്റെ മകനും മകളുമാണ്, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയേണ്ടത്. പക്ഷെ നമ്മുടെയൊക്കെ പ്രവൃത്തികളില് ഈ ഒരു വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മളിവിടെ വീണു പോവുകയാണ്. മറ്റുള്ളവർക്ക് നമ്മുടെ പ്രവൃത്തികളിലൂടെ മിശിഹായെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെയൊക്കെ പൂർവികര് അവരുടെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവര് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരുന്നു, അല്ലെ? അവരെയൊക്കെ ഒത്തിരിയേറെ വിശുദ്ധിയോടുകൂടിയാണ് മറ്റ് മതസ്ഥര് കണ്ടിരുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും നമ്മിൽ നിന്ന് അകന്നു പോകുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. നമ്മെ കണ്ടാല്, നമ്മുടെ പ്രവൃത്തികൾ കാണുമ്പോൾ പലപ്പോഴും അവരും ചിന്തിക്കുന്നുണ്ട്, ഇവൻ ക്രൈസ്തവനാണോ എന്ന്. കാരണം ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തില് നമ്മുടെ പ്രവൃത്തികൾ മൂലം നമുക്ക് സാധിക്കുന്നില്ല. മക്കൾക്ക് നല്ല മാതൃക കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. വാക്കുകളിലൂടെ പല കാര്യങ്ങള് നമ്മൾ പങ്കുവെച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ പ്രവൃത്തിയില് അത് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. വാക്കുകളിലൂടെ ദൈവത്തെ സ്നേഹിക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് നല്ല പ്രവൃത്തിയിലൂടെ ഈശോ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തില് ദൈവത്തെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഈശോയെ പോലെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റണം, നിങ്ങൾ എന്റെ പ്രവൃത്തികൾ കണ്ട് എന്റെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് മിശിഹായെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാം. നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിൽ വ്യാപരിക്കാനായിട്ട്, അങ്ങനെ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.